നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കോഴിക്കോട് മുക്കത്ത് ഹോട്ടലിലുണ്ടായ പീഡന ശ്രമം, അതിൽ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ, ഈ ഹോട്ടൽ ഉടമ അറസ്റ്റിലായിരുന്നു. ദേവദാസ് എന്ന ആളാണ് അറസ്റ്റിലായത്. ഈ കേസിലെ ഇര അവരിന്ന് ആശുപത്രി വിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിക്രൂരമായ മാനസിക പീഡനമാണ് തനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് അതിജീവിത പറയുന്നത്. നിരന്തരം ഫോൺ ചെയ്തും മെസ്സേജ് അയച്ചും ശല്യം ചെയ്തിരുന്നു. പലതവണ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ പോയി ബാൽക്കണിയിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നതിനിടെയാണ് ദേവദാസും രണ്ടുപേരും ചേർന്ന് റൂമിലെത്തിയത്. ഇവരുടെ കൈവശം മാസ്കും ടേപ്പും ഉണ്ടായിരുന്നു. കേസുമായി മുന്നോട്ടു പോകുമെന്നും യുവതി അറിയിച്ചു. ചികിത്സയിലായിരുന്നു ഈ യുവതി കോഴിക്കോട്ടെ ആശുപത്രിയിൽ. അതിനുശേഷം യുവതി ഇന്ന് ആശുപത്രി വിട്ടു. തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആ യുവതി തൻ്റെ അവസ്ഥ, താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ പങ്കുവച്ചു മാധ്യമങ്ങളോട്. അവരുടെ വാക്കുകളിലേക്ക്. 7:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴലിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത് അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് ഒന്നാളെന്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ടു നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. മുക്കത്ത് പീഡന ശ്രമത്തിൽ ഇരയായ ഈ പെൺകുട്ടിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നേരത്തെയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന നിലയിലാണ് ഈ പെൺകുട്ടി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, ഇന്നിപ്പോൾ പെൺകുട്ടി തുറന്നു പറയുകയാണ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി ഉള്ള ശല്യമുണ്ട് ഇയാളുടെ ഭാഗത്ത് നിന്ന്, മെസ്സേജ് അയച്ചും മറ്റും ശല്യപ്പെടുത്താറുണ്ട് എന്ന്. അപ്പോൾ നമുക്കൊരു വളരെ പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല ഇത്, വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഉണ്ടായിരുന്ന സംഭവത്തിൻ്റെ തുടർച്ച എന്ന് വേണം മനസ്സിലാകാൻ. തീർച്ചയായും കഴിഞ്ഞ 3 മാസം മുമ്പാണ് ഈ കണ്ണൂർ സ്വദേശിനിയായ യുവതി ഈ ഹോട്ടലിൽ ജോലിക്ക് പ്രവേശിച്ചത്. അന്നു മുതൽ ഏതാണ്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ആദ്യം പിതൃസഹജമായ വാത്സല്യങ്ങളാണ് തനിക്ക്, അല്ലെങ്കിൽ തന്റെ മകളെ പോലെയാണ് കണക്കാക്കുന്നതെന്നാണ് ദേവദാസൻ ഈ യുവതിയോട് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഇയാളുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു, ഇയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, ഇയാൾ അയക്കുന്ന സന്ദേശങ്ങളിൽ മാറ്റം വരുന്നു. അങ്ങനെ ഒരു ലൈംഗിക താല്പര്യം പ്രകടമായി തന്നെ പലപ്പോഴും ഈ യുവതിയോട് പങ്കുവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു തൊഴിലുടമ എന്ന രീതിയിൽ ചില സഹായങ്ങൾ ചെയ്തു നൽകുന്നു, അത്യാവശ്യം ചില വീട്ടിൽ കാര്യങ്ങളുള്ളപ്പോൾ പണം നൽകുന്നു, അത് ശമ്പളത്തിൽ നിന്നും ഓരോ മാസം തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഈ സഹായങ്ങൾ കൂടുതൽ നൽകുമ്പോൾ തിരിച്ച് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പരസ്യമായി തന്നെ പലപ്പോഴും യുവതിയോട് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് 1.5 മാസം മുമ്പ് ഈ യുവതി ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അന്ന് ഇയാൾ കോഴിക്കോട് നിന്നും കണ്ണൂരിലെ വീട്ടിലെത്തി ഈ കുട്ടിയുടെ കാല് കരഞ്ഞു പിടിച്ചാണ് വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിച്ചതും ഇക്കാര്യങ്ങൾ പുറത്ത് ആ രീതിയിൽ പറയരുതെന്നൊക്കെ അഭ്യർത്ഥിച്ച് വരുന്നു. ഇനി തന്റെ പക്കൽ നിന്നും ഒരിക്കലും ഇത്തരം ഒരു പെരുമാറ്റം ഉണ്ടാവില്ല, ഒരു മകളോടെന്ന വാത്സല്യം മാത്രമാണ് ഇനി നിന്നോട് ഞാൻ കാണിക്കുക എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. ഇതിനുശേഷം ആ വാക്ക് വിശ്വസിച്ച് വീണ്ടും ഈ യുവതി ജോലിക്ക് വരുന്നു. പക്ഷേ അപ്പോഴും ഈ വാട്സാപ്പ് വഴി വീണ്ടും തന്റെ ഇംഗിതം നിറവേറ്റണമെന്ന ആവശ്യമായി ഇയാൾ രംഗത്ത് വരുന്നു. താൻ ഭാര്യയിൽ നിന്ന് അത്ര തൃപ്തനല്ല,
അതുകൊണ്ട് നീ വേണമെന്നൊക്കെ ഉള്ള രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇക്കാര്യം ഭാര്യയോട് തന്നെ തുറന്നു പറയും എന്ന രീതിയിലേക്ക് ഒടുവിൽ ഈ പെൺകുട്ടി എത്തുകയാണ്. ആ സമയത്താണ് ഇയാൾ ആ ഭീഷണിയുടെ മറ്റൊരു സ്വരവുമായി എത്തുന്നത്. എന്റെ പണം വളരെ അത്യാവശ്യമായി വേണം, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെ പറയുമെന്നൊക്കെയുള്ള ഭീഷണിയുമായി വരുന്നു. ഇതിനും ശേഷമാണ് ഈ താമസ സ്ഥലത്തേക്ക് അർദ്ധരാത്രി 11 കൂട്ടാളികളായ 2 ജീവനക്കാരുമായി എത്തുകയും വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി ഈ കുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമം നടത്തുന്നു. കയ്യിൽ ടേപ്പും മറ്റ് മാസ്ക് ഒക്കെ അണിഞ്ഞാണ് ഇയാൾ എത്തിയതെന്ന് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. ഈ കുട്ടി അപ്പോൾ ഈ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ക്രീൻ റെക്കോർഡ് ഇട്ടിരുന്നു. അതിനുശേഷം ഇയാളുമായുള്ള പിടിവലിയിൽ ക്യാമറ ഓൺ ആവുകയും ഈ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിൽ ഇയാൾ പറയുന്ന അപവാദ പ്രചാരണങ്ങളിൽ ആളുകൾ വിശ്വസിക്കുകയും പോലീസ് അടക്കം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഈ പീഡനം നടന്ന ശേഷവും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളിലും ഇത് പ്രകടമാണ്. ഇതൊരു ആദ്യ ഡോസ് മാത്രമാണ് നിനക്ക് എന്ന രീതിയിലുള്ള വാട്സാപ്പ് സന്ദേശമാണ് അയച്ചത്. അതിനുശേഷം ഈ കുട്ടിക്ക് മറ്റുള്ള ചിലരുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ മറ്റു ചില വഴിവിട്ട പോക്കുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള അപവാദ പ്രചരണം ഇയാളുടെ ഭാഗത്തുനിന്നും നിരന്തരം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ സാമൂഹ്യ സമ്മർദ്ദം ശക്തമായി ഈ കുട്ടിയുടെ വീഡിയോ, കരയുന്ന വീഡിയോ, എന്നെ വിടൂ എന്ന് പറഞ്ഞ് അലറുന്ന ഒരു വീഡിയോ, ഇയാൾ എനിക്ക് മാനക്കേടാവും, നീ ബഹളം വെക്കരുതെന്ന് പറയുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നതോടുകൂടിയാണ് ഒരു സാമൂഹ്യ സമ്മർദ്ദം പോലീസിന് മേൽ പോലും ഉണ്ടാവുകയും പോലീസ് പിന്നീട് വളരെ സമയബന്ധിതമായി നടപടി സ്വീകരിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്ത് അതിനുശേഷമാണ് പ്രതിയെ ഈ എറണാകുളത്തേക്കുള്ള യാത്രാമധ്യയെ കുന്നംകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ മുക്കത്തെത്തിക്കുകയും തെളിവെടുപ്പ് നടത്തുകയും റിമാൻഡിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്ത് ഈ ആദ്യ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷമാണ് ജീവനക്കാരായ സുരേഷും റിയാസും താമരശ്ശേരി കോടതിയിൽ എത്തി കീഴടങ്ങുന്നത്. അതിനുശേഷം അവരെയും കോടതി റിമാൻഡിലേക്ക് മാറ്റി. ഇരുവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കോടതിയിൽ നൽകിയിരുന്നു. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനുശേഷം വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്യും. ആദ്യഘട്ടത്തിൽ ദേവദാസൻ നൽകിയ ചോദ്യം ചെയ്യലിൽ ദേവദാസൻ സമ്മതിച്ച കാര്യങ്ങളും ഈ പെൺകുട്ടി നൽകിയ മൊഴികളും ഇനി 2 ജീവനക്കാർ നൽകാൻ പോകുന്ന മൊഴികളുമൊക്കെ പരസ്പരം പോലീസ് പരിശോധിക്കും. ഇതിൽ പ്രതികൾ തമ്മിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയെങ്കിൽ പ്രത്യേകം പ്രതികളെ ഇരുത്തി ചോദ്യം ചെയ്യും, പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. അതിനുശേഷം 3 പ്രതികളുമായി ഒന്നിച്ച് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും കടക്കും. ആദ്യഘട്ടത്തിൽ പോലീസ് 3 വട്ടമാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. പിന്നീട് മജിസ്ട്രേറ്റ് എത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തി അതും കൈമാറിയിട്ടുണ്ട്. എന്തായാലും അതടക്കമുള്ള നിയമ നടപടിക്രമങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ദേവദാസിന്റെ ഭാഗത്തു നിന്നും പിന്നീട് അല്ലെങ്കിൽ ദേവദാസിനോട് അടുത്ത വൃത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ അത്തരം യാതൊരു ഒത്തുതീർപ്പുകൾക്കും ഇനി വഴങ്ങില്ല. താൻ അനുഭവിച്ച വേദന, അതേ വേദന ദേവദാസിനെയും അനുഭവിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ആ കുട്ടി ഇന്ന് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നത്. നമുക്ക് കാണാം, സ്ട്രെച്ചസിൽ ശരീരമാസകലം വേദനയോടുകൂടിയാണ് അത് മടങ്ങുന്നത്. നട്ടെല്ലും വാരിയലിനുമൊക്കെ വലിയ പരുക്കുണ്ട്. ഒരുപക്ഷെ മാസങ്ങളോളം വീട്ടിൽ കിടന്ന് ചികിത്സ നടത്തിയാൽ മാത്രമാവും ഒരുപക്ഷെ ഇനിയും ഒരു സാധാരണ ജീവിതത്തിലേക്ക് ആ യുവതിക്ക് മടങ്ങിയെത്താൻ കഴിയൂ. അത്രമാത്രം പരുക്കുകൾ ആ കുട്ടിക്കുണ്ട്. എന്തായാലും അന്ന് താൻ അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി കൃത്യമായി വ്യക്തതയോടെ പറയുകയാണ് ഇന്ന് ആ കുട്ടി ചെയ്തത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയെ നേരത്തെ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പല സ്വാധീനങ്ങൾക്ക് വശമതയായി പെൺകുട്ടി വരികയാണ്. ഇവൾ ഇത്തരത്തിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ മൊബൈൽ ഫോണിൽ സ്വാഭാവികമായും സ്ക്രീൻ റെക്കോർഡൊക്കെ ഇട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഏത് നിമിഷവും തനിക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകാം എന്ന് ഈ പെൺകുട്ടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതിനുള്ള മുൻകരുതലായാണ്, അല്ലെങ്കിൽ ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കാനായാണ് ഇത്തരത്തിൽ പെൺകുട്ടി മൊബൈലിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്തിട്ടത് എന്നും കരുതേണ്ടേ? അങ്ങനെയും പെൺകുട്ടി പറയുന്നുണ്ടോ? അല്ല, അങ്ങനെ പെൺകുട്ടി പറയുന്നില്ല. കാരണം മുൻകൂർ ഒരു മുൻകരുതൽ എടുത്താണ് ചെയ്തതെന്ന് ആ കുട്ടി പറയുന്നില്ല. കാരണം ഈ ഗെയിം കളിക്കുമ്പോൾ പലപ്പോഴും ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് ഗെയിം കളിക്കുന്ന പതിവ് പലർക്കുമുണ്ട്. അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടാണ് ഗെയിം കളിച്ചത്. പിന്നീട് ഇയാൾ വന്ന് തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ ശ്രമം നടത്തി. ഇതിനിടയിൽ കയ്യിൽ റെക്കോർഡിംഗ് അബദ്ധത്തിൽ വീണു എന്നാണ് കുട്ടി പറയുന്നത്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഈ കുട്ടി പോലും അറിഞ്ഞത് പിന്നീട് ഒരുപക്ഷെ ഫോൺ പരിശോധിച്ചോളാകാൻ സാധ്യതയുണ്ട്. ഈ കുട്ടിയെ ആക്രമിച്ചപ്പോൾ തന്നെ ഫോൺ ഇയാൾ തട്ടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട്
പറഞ്ഞുകൊണ്ട് ഇയാളിൽ നിന്ന് ഫോൺ വാങ്ങിയെടുക്കുകയുമാണ്. ഈ പ്രതിയും ഒരുപക്ഷെ കരുതി കാണില്ല ഇത്തരത്തിൽ ഈ സ്ക്രീൻ റെക്കോർഡ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിന്റെ ഈ ദൃശ്യങ്ങൾ തെളിവായി മാറുമെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷവും നിനക്ക് ആദ്യ ഡോസ് പണി തന്നു എന്ന രീതിയിലുള്ള സന്ദേശം അയക്കാൻ കാരണം. ഈ കുട്ടി പറയുന്നതനുസരിച്ച് ഒച്ച വെച്ച് ബഹളം വെച്ച് കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ അയൽക്കാരൊക്കെ സ്ഥലത്തേക്ക് എത്തുകയും ഈ എല്ലാവരും എത്തുമ്പോൾ ഈ പ്രതി ആദ്യം അയൽക്കാരോടക്കം കള്ളത്തരം പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ താഴേക്ക് വീണു എന്ന രീതിയിൽ. ആ കുട്ടി അങ്ങേയറ്റം അവശയായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വീണു. അത്രയധികം ഉയരത്തിൽ നിന്ന് താഴോട്ട് വീണതാണല്ലോ. അതിനുശേഷമാണ് KMCT മെഡിക്കൽ കോളേജിലേക്ക് ഈ പ്രതിയും മറ്റ് 2 പ്രതികളും ചേർന്ന് ജീവനക്കാരും ചേർന്ന് കൊണ്ടുവന്ന് KMCT ആശുപത്രിയിൽ എത്തിയപ്പോൾ ഏതാണ്ടൊരു ബോധനില വീണ്ടെടുത്ത കുട്ടി അവിടുത്തെ ആശുപത്രിയിലുള്ള ആളുകളോട് തന്നെ പറഞ്ഞിരുന്നു തന്നെ ഇയാളും കൂട്ടാളികളും പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അതിൽ നിന്നും രക്ഷപ്പെടാൻ താൻ താഴേക്ക് ചാടിയതാണ് എന്ന്. ഇക്കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ ഉടൻ തന്നെ പ്രതികൾ ഈ യുവതിയെ ആ ആശുപത്രിയിൽ ഉപേക്ഷിച്ച ശേഷം വേഗം വാഹനത്തിൽ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് നട്ടെല്ലിന് ഗുരുതരമായ പരിക്കുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോടും ഇത്തരത്തിൽ മൊഴി തന്നെ, അതായത് ദേവദാസനും സുരേഷും റിയാസും ചേർന്ന് തന്നെ ആക്രമിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയപ്പോഴാണ് തനിക്ക് അതീവ ഗുരുതരമായി പരിക്കുകൾ പറ്റിയതെന്ന് മൊഴിയായി തന്നെ നൽകുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ചില വീഴ്ചകൾ ഉണ്ടായി എന്നാണ് കുടുംബം നേരത്തെ ആരോപിച്ചത്. കാരണം ഈ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്ന ഈ ദേവദാസിന്റെ ഒരു വാക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള FIR അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന FIR ആണ് ആദ്യം തയ്യാറാക്കിയതെന്ന ആക്ഷേപമുണ്ട്. ഈ കുട്ടി കൃത്യമായി തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം താൻ താഴേക്ക് ചാടിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നൊരു പരാതി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ പരാതി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആത്മരക്ഷാർത്ഥം ചാടിയതാണ്, അതിക്രമിച്ച് വീട്ടിനുള്ളിൽ കയറി സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകളൊക്കെ ഈ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹമാണ് ആ കുടുംബത്തിനുള്ളത്. അതിനായി അങ്ങനെ പോലീസിന് അന്വേഷണം കാര്യക്ഷമമാണ് എന്നുള്ള വിശ്വാസം ആ പെൺകുട്ടി ഈ കുടുംബത്തിന്റെ പരാതി പങ്കുവെക്കുന്നുണ്ടോ അനീഷ്? ഒപ്പം ഈ ഒപ്പമുണ്ടായിരുന്ന 2 പേർ, അവരുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഇയാൾക്കൊപ്പം ചേരുകയായിരുന്നോ അവർ? ഇവരെ കൂടി കൂട്ടുകയായിരുന്നോ ഇത്തരം സംഭവങ്ങൾക്ക്? അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത വരണമല്ലോ. അയാളെ കൂടെ കൂട്ടാനുള്ള എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. അതിനെക്കുറിച്ച് കൃത്യമായി പ്രതികളോട് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. അവരെ പക്ഷേ ചോദ്യം ചെയ്യാനായി ഇതിനകം കിട്ടിയിട്ടില്ല. കാരണം താമരശ്ശേരി കോടതിയിൽ നേരിട്ട് ഹാജരായ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം നൽകി. തിങ്കളാഴ്ച പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടും. അപ്പോഴാവും കൃത്യമായി എന്ത് കാരണത്താലാണ് ഇയാളുടെ കൂടെ പോയത്, അല്ലെങ്കിൽ ഇയാൾ എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പ്രതികളെ കൂട്ടി ഈ വീട്ടിലേക്ക് പോയത് എന്നതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കും. പക്ഷേ നമുക്കോട് നേരത്തെ കുടുംബം സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഈ ഭാര്യയ്ക്ക് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ലൈംഗികപരമായി തൃപ്തിപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് എന്നോട് സഹകരിക്കണം എന്നൊക്കെയാണ് ഇയാൾ മെസ്സേജ് അയച്ചത്. അന്ന് തന്നെ ഈ അയാളുടെ വാക്കുകളിൽ പ്രകോപിതയായ യുവതി അയാളോട് വളരെ മോശമായി സംസാരിക്കുകയും ഇനിയും ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വന്നാൽ ആ കാര്യം ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ഭാര്യയോട് ഇക്കാര്യങ്ങൾ മെസ്സേജ് അടക്കം പറയുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പീഡിപ്പിക്കാൻ മാത്രമാണോ അതോ വകവരുത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ വന്നത് എന്ന സംശയം കുടുംബത്തിനുണ്ടായിരുന്നു. അതാണ് അവർ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ തുടരുക. പെൺകുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വളരെ കൃത്യമായി തന്നെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവൾ പറഞ്ഞു. മാനസികമായും ശാരീരികമായും ഒരുപാട് സങ്കടത്തിലാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെയും ശ്രമങ്ങളുണ്ടായിരുന്നു. മെസ്സേജുകൾ അയച്ച് തന്നെ ആ തരത്തിൽ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. 7:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാ. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിന്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാ, തട്ടിയിടേണ്ട ലോക്ക. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ചു നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ റൂമിന്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഒരു 3 നേരം ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നേ, ദേവദാസ് എന്ന് പറഞ്ഞ. അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോ എന്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അത്
അയാളത് കൈതട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ അതിൽ വന്നു. ഫേസ് ഒന്ന് അയാളുടെ ഫോണ് പിടിച്ചിട്ടിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ടു നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാള് വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. അനീഷ്, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില അവർ സംസാരിക്കുമ്പോൾ ഇപ്പോഴും വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു പ്രയാസം പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന എന്തോ എന്ന് നമുക്കറിയാം. മാനസികനിലയൊക്കെ അത്തോളം പ്രശ്നമായിരിക്കാം. അങ്ങനെ തന്നെയാണോ ഉള്ളത്? കൂടുതൽ ചികിത്സ ഇവർക്ക് ആവശ്യമുണ്ടോ? വീട്ടിലേക്ക് മടങ്ങുകയാണോ? ഈ പോലീസും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പലവിധ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഈ പറഞ്ഞതുപോലെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ഒരാളാണ് ഈ പ്രതി എന്ന് പറയുന്നത്. അതിനൊന്നും വഴങ്ങില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുകയാണോ പെൺകുട്ടി? തീർച്ചയായും അവർ വീട്ടിലേക്ക് അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് മടങ്ങുന്നു, വീട്ടിലേക്ക് ഇന്ന് മാറ്റും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് പോയാൽ മതി, പക്ഷേ ഡോക്ടറോട് ചോദിച്ച് ഡിസ്ചാർജ് വാങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവർക്ക് അപരിചിതമായ ഒരു സ്ഥലമാണ്, സഹായത്തിന് മറ്റ് ആളുകളില്ല. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ കഴിയുന്നത് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കുന്നു എന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസം കുടുംബം പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് അവരുടെ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മടങ്ങാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണെങ്കിൽ പോലും എന്തും ചെയ്യാൻ സ്വാധീനമുള്ള ആളുകളാണ്, അതീവ സമ്പന്നനായ ആളാണ്. 25 വർഷം മുമ്പ് മുക്കത്തെ പോലൊരു ഒരു ചെറിയ പ്രദേശത്ത് 1.5 കോടി രൂപ മുടക്കി സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ഒരു വീട് നിർമ്മിക്കാൻ ശേഷിയുള്ള അത്രമാത്രം സമ്പന്നനായ ആളാണ്. അമേരിക്കയിൽ വർഷങ്ങളോടും ഈ ഷിപ്പിംഗ് ജോലികളൊക്കെ ചെയ്ത് കോടികളുടെ സമ്പാദ്യവുമായാണ് തിരിച്ചു വന്നത്. അതിനുശേഷമാണ് ഈ ഹോട്ടൽ നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവുമായൊക്കെ വലിയ ബന്ധം സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങേയറ്റം സമ്പന്നനായ പ്രബലനായ ഒരാളാണ് പ്രതി എന്നതുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ നിന്നും തങ്ങളുടെ സ്വാധീനമുള്ള ഇടത്തേക്ക് പോവുക എന്ന ഒരു രീതിയിൽ തന്നെയാണ് കുടുംബം. അത് ഇന്നലെ തന്നെ പോകുന്നതിനുള്ള ചില ആലോചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ചോദിച്ചു വാങ്ങിച്ചു പോവുകയാണ്. പക്ഷേ വീട്ടിൽ ചെന്നാലും ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഏറെ നാളുകൾ വേണ്ടിവരും. കിടക്കയിൽ നിന്നും എഴുന്നേക്കാൻ പോലും ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ചികിത്സയുടെ ഒരു പ്രാരംഭ നടപടികൾ, അതായത് ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സകളൊക്കെ വേണ്ടിവരും. പക്ഷേ അതിനെക്കുറിച്ച് പോലും ആലോചിക്കാൻ കഴിയാത്ത വിധം അവശയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ആരോഗ്യനില മോശമായ അവസ്ഥയിൽ തന്നെയാണ്. സംസാരിക്കാൻ പോലും അധികം പറ്റുന്നില്ല. അതുകൊണ്ടാണ് അധികം ചോദ്യങ്ങളിലേക്കോ മറ്റു കിടക്കാതെ ആ കുട്ടിയുടെ ശബ്ദത്തിൽ തന്നെ അതിന്റെ ഒരു വ്യത്യാസം അറിയാനുണ്ട്. എന്തായാലും സ്ട്രെച്ചസിലൊക്കെയാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. നാട്ടിലെത്തിയ ശേഷവും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുട്ടിയുടെ തീരുമാനം. ഈ കുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ പോലും സാമ്പത്തികമായി അങ്ങേയറ്റം താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ജോലിക്ക് പോയ ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെ മടങ്ങിയെത്തുന്നു. വളരെ ചെറുപ്പത്തിൽ വിവാഹിതയാവുന്നു. ഭർത്താവിന് കാര്യമായ ജോലിയില്ല. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് വിവാഹശേഷമാണ്. അതിനുശേഷം ഈ മൂന്നാർ പോലെയുള്ള ഇടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നു. അതിനുശേഷമാണ് ഈ പുതിയൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു നല്ല ഓഫർ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും ഏതാണ്ട് ഒരു അടുത്ത ജില്ല എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി വരാനുള്ള സൗകര്യം, ഇയാളുടെ വളരെ ഹൃദയാവർജകമായ ആദ്യഘട്ടത്തിലെ പെരുമാറ്റം, പിതൃസഹജമായ വാത്സല്യം പ്രകടമാക്കുന്നുവെന്ന് പലവട്ടം പറയുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ കണക്കിലെടുത്താണ് കോഴിക്കോട്ട് മുക്കം പോലുള്ള ഒരിടത്തെ ഹോട്ടലിലേക്ക് ഈ യുവതി ജോലിക്ക് വരുന്നത്. പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങേയറ്റം മോശമായ, അല്ലെങ്കിൽ ആദ്യം അങ്ങേയറ്റം അനുതാപപൂർവമായ പെരുമാറ്റം, ഈ സഹായത്തിന് സന്നദ്ധത കാണിക്കുന്ന കോടീശ്വരനായ ഒരു തൊഴിലുടമ എന്ന രീതിയിലൊക്കെ നിന്ന് നല്ലപിള്ള ചമഞ്ഞുന്നയാൾ പിന്നീട് അയാളുടെ സ്വഭാവം മാറുന്നു, പെരുമാറ്റം മാറ്റുന്നു, സംസാര രീതി മാറുന്നു, മെസ്സേജുകൾ അയക്കുന്നതിലെ രീതികൾ മാറുന്നു. അങ്ങനെയാണ് മറ്റൊരു തലത്തിലേക്ക് കടന്നത്. ഈ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള പിന്നോക്കാവസ്ഥ, സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെയാണ് ഈ പ്രതി ആദ്യഘട്ടത്തിൽ മുതലെടുത്തത്. എന്നാൽ കൃത്യമായ നിലപാടുകൾ ഈ ട്രാക്ക് മാറി പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അയാളുടെ സംസാരത്തിന്റെ ദിശ മാറുമ്പോഴൊക്കെ കൃത്യമായി തിരിച്ചറിയുകയും അതിനുള്ള മെസ്സേജുകളും സന്ദേശങ്ങളും അല്ലെങ്കിൽ അതിനുള്ള മറുപടികളൊക്കെ നൽകുകയും ചെയ്തു തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ജോലി രാജിവെച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരികയും അവിടെ പോയി ഇയാൾ കാല് പിടിച്ച് വീണ്ടും ജോലിയിലേക്ക് വരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. കാരണം ജോലിയിൽ വലിയ സമർത്ഥയാണ് എന്നാണ് ഇയാൾ തന്നെ പലവട്ടം പറഞ്ഞിരിക്കുന്നത്. മെസ്സേജുകളിലൊക്കെ ചിലപ്പോൾ പുകഴ്ത്തി ഈ സങ്കേതത്തിന്റെ മാലാഖ എന്നൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. അത്രമേൽ
ഈ കുട്ടിയുടെ പിന്നാലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തൊഴിലുടമ എത്തിയിരുന്നു. എന്തായാലും സുരക്ഷിതമായ ഒരു സാഹചര്യം നോക്കി തന്നെയാണ് ഇപ്പോൾ ഡിസ്ചാർജ് വാങ്ങി ആ കുട്ടി സ്വദേശമായ കണ്ണൂരിലേക്ക് പോയിരിക്കുന്നത്. MS സുനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡന ശ്രമങ്ങൾക്കുള്ള ഉദാഹരണമാണ്. പക്ഷേ കേസുമായി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് അവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊന്ന് തിരുവനന്തപുരത്ത് വർക്കലയിലെ നിന്ന് വന്ന ഒരു വാർത്തയാണ്. സ്വകാര്യ ബസ്സിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. തെലങ്കാന സ്വദേശി രാഹുലാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. വീഡിയോ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിദ്യാർത്ഥിനി മാതാവിനെ വിവരമറിയിക്കുകയായിരുന്നു. തച്ചോട് ഭാഗത്ത് വെച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ബസ് തടഞ്ഞ് പോലീസ് യുവാവിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങൾ സ്നാപ്ചാറ്റിലൂടെ പ്രചരിപ്പിച്ചതായും കണ്ടെത്തി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഈ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒപ്പം യാത്ര ചെയ്യുന്ന യുവാവാണ് എന്ന് മനസ്സിലാകുന്നു. ഇയാൾക്ക് ഇങ്ങനെ നേരത്തെയും ഇത്തരം പ്രവർത്തികൾ ചെയ്ത് അങ്ങനെയുള്ള ആളാണോ? എന്താണ് പോലീസ് പറയുന്നത്? രഞ്ജിത്ത്, തെലങ്കാന സ്വദേശിയായ 19-കാരൻ രാഹുലാണ് ഈ കേസിലെ പ്രതി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര. ഈ സമയം ബസ്സിലുണ്ടായിരുന്ന രാഹുൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ ദൃശ്യം പകർത്തുകയായിരുന്നു. ചില മോശം ആംഗിളുകളിലുള്ള ദൃശ്യമാണ് പിന്നീട് കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ ദൃശ്യം പകർത്തുകയും അത് സ്നാപ്ചാറ്റ് വഴി തെലങ്കാനയിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് ബോധ്യപ്പെട്ട പെൺകുട്ടി അമ്മയെ വിവരമറിയിച്ചു. തുടർന്ന് അമ്മ പരിസരവാസികളായ ആൾക്കാരെ വിവരം അറിയിക്കുകയും പിന്നീട് ഈ ബസ് വരുന്നത് കാത്ത് റോഡിലേക്ക് എത്തുകയുമായിരുന്നു. ബസ് എത്തിയപ്പോൾ ഇവർ ബസ് തടഞ്ഞു നിർത്തി പ്രതിയെ പുറത്തേക്കിറക്കി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി. പ്രധാനമായും ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ അത് ഒഴിവാക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. അമ്മ പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി ഈ വീട്ടുകാർ, അമ്മയും ഈ പെൺകുട്ടിയും അടക്കമുള്ള പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി. കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി ചേർത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല, ദൃശ്യങ്ങൾ ഒഴിവാക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ തരത്തിൽ ധാരാളം അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വന്ന് തൊഴിലിന് നിൽക്കുന്നവരിടമാണ് വർക്കല, അയിരൂർ പ്രദേശങ്ങൾ. പോലീസിന്റെ പരിശോധന, രഞ്ജിത്ത്, നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ പ്രധാനമായും പ്രിൻസിപ്പൽ SI ഉൾപ്പെടെ വനിതാ SI ഉൾപ്പെടെ 3 SIമാരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 9ഓളം തസ്തികകൾ അവിടെ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നിലയുണ്ട്. ഇത് പല സ്റ്റേഷനുകളിലും ഉള്ള ഒരു പ്രശ്നമാണ്. പോലീസും പറയുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. പലപ്പോഴും പട്രോളിംഗ് നടത്തുക, അല്ലെങ്കിൽ ഈ വർക്കല സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ തോതിൽ MDMA ഒക്കെ പിടികൂടുന്നത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. വർക്കലയിലൊക്കെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ കേസിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്, തെലങ്കാന സ്വദേശിയാണ്, 19-കാരനാണ്. ഈ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ബാഗിലാക്കി അതിഥി തൊഴിലാളി തന്നെ മറ്റൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവമൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ വന്നാൽ അവിടെ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഈ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ ദൃശ്യങ്ങളാണ് പകർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റോപ്പിലും മറ്റിടങ്ങളിലുമൊക്കെ പോലീസിന്റെ കൂടുതൽ സാന്നിധ്യം, ഇത്തരം ആളുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം, ഇതെല്ലാം തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് ബസ്സിനുള്ളിലാണ്, ഒരു പ്രൈവറ്റ് ബസ്സിനുള്ളിലാണ് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അസ്വാഭാവികമായി തന്റെ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിന്റെ ഒരു ഇരിപ്പ് കണ്ട് അത് തന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായതും പിന്നീട് വീട്ടുകാരെ അറിയിച്ചതും നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തി ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നതും അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. എന്നിരുന്നാലും ആ ദൃശ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി, മറ്റ് കേസും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അതിന് വലിയ താല്പര്യമില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രവൃത്തി ചെയ്ത ഒരാളെ പോലീസ് അങ്ങനെ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നതനുസരിച്ച് വിടാനുള്ള സാഹചര്യമില്ലല്ലോ. ഇയാൾ നേരത്തെയും ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇയാളുടെ ഫോണിലെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുക, സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ഈ സ്നാപ്ചാറ്റ് വഴിയൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സൈബർ കുറ്റമാണ്. അതിലേക്കൊക്കെ ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കടക്കാൻ തന്നെയല്ലേ സാധ്യത?
തീർച്ചയായും പോലീസ് ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തും. ഇങ്ങനെ ഒരു പ്രതി വരുമ്പോൾ ഇയാളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ക്രിമിനൽ കേസുകളിൽ പലപ്പോഴും ഈ അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നു എന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. വലിയ തോതിൽ ആളുകൾ വരുന്നു. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ട് എന്ന കണക്കുകളാണ്. ഒരുപക്ഷെ കോട്ടയത്തൊക്കെ നേരത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ സംഘടിക്കുകയും റോഡിൽ തെരുവിലിറങ്ങുകയും പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ഇവിടെയും ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ്, 19 വയസ്സുകാരനാണ്. പലപ്പോഴും അവിടെ ഈ ഉയർന്നു വരുന്നൊരു പ്രശ്നം ഇവരിൽ എത്തുന്ന പലർക്കും ക്രിമിനൽ സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ അത് വളരെ രഹസ്യമായി പകർത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് മറ്റിടങ്ങളിൽ. അതിന്റെ താല്പര്യം എന്ത് എന്നതുപോലും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മറ്റാളുകൾക്ക് എന്തിന് ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പരിശോധനകൾ കർശനമാകേണ്ടതുണ്ട്. കാരണം ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന വർക്കല അയിരൂർ പ്രദേശങ്ങൾ, അവിടെ വലിയ തോതിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, തട്ടിക്കൊണ്ട് പോകൽ നടക്കുന്നുണ്ട്, MDMA ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വലിയ വ്യാപനം അവിടെയുണ്ട്. ആ തരത്തിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട്. ബീച്ചിലും അവിടെ എത്തുന്ന വിദേശികളെയും കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം മാത്രമല്ല, രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടണമെന്ന ആവശ്യം പ്രധാനമായും ഉയർന്നു വരുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിൻസിപ്പൽ SI അടക്കം 3 SIമാരുടെ തന്നെ തസ്തിക ആളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ സ്ട്രെങ്ത് കൂട്ടുക, ആൾ എണ്ണം കൂട്ടി പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ. 9ാം ക്ലാസ്സുകാരിയുടെ ചിത്രമാണ് പകർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക ഉണ്ടാകും. രക്ഷിതാക്കൾക്കും ആ പ്രദേശത്തുള്ള നാട്ടുകാർക്കുമൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളുടെ ചിത്രമാണ് ഈ തരത്തിൽ പകർത്തുന്നത്. ഇതിന് പിന്നിലെ താല്പര്യം എന്ത് എന്ന് പോലും വ്യക്തമായിട്ടില്ല. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം ഇവർക്ക് മുകളിൽ ഉണ്ടാകണം. പലപ്പോഴും വാടകയ്ക്കൊക്കെ ആളുകൾ വീട് നൽകുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൈമാറണം. അല്ലെങ്കിൽ പോലീസിന്റെ കൃത്യമായ റെഗുലറായ പരിശോധന ഇത്തരം വാടക കേന്ദ്രങ്ങളിൽ ഉണ്ടാകണമെന്നൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല. അതിന് കാരണം ഈ ആൾക്ഷാമം തന്നെയാണ്. അവിടെയാണ് പോലീസിന്റെ ശേഷി വർദ്ധിപ്പിച്ച് പരിശോധനകൾ കൂട്ടണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വർക്കല മേഖലയിലാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്രങ്ങൾ പകർത്തി, വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സ്നാപ്പ് ഷോട്ടിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകൾ നിരവധിയുണ്ട്. സ്പോട്ട് ലൈവിൽ ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കണം. പാതിവില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളെയും ഉന്നതരെയും ചോദ്യം ചെയ്യും. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് നിയമോപദേശം തേടി. ചോദ്യം ചെയ്യാനുള്ള പട്ടികയിൽ ലാലി വിൻസെന്റ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയവരുമുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. പ്രസ് ക്ലബ്ബും പാരിതോഷികം നൽകിയതായി മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ അനന്തു കൃഷ്ണനെ തൊടുപുഴയിൽ തെളിവെടുപ്പിനെത്തിച്ചു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് ഇയാളുടെ അക്കൗണ്ട് വഴി പല രാഷ്ട്രീയ നേതാക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആരെയൊക്കെയാണ് പോലീസ് വെളിപ്പെടുത്തുന്ന പേരുകൾ, അതിനുള്ള നടപടികൾ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കൽ, ഇതിലാണോ പോലീസ്? രഞ്ജിത്ത്, എന്തായാലും 3 പാർട്ടികളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും ആയി രംഗത്തെത്തിയില്ല. കാരണം ഈ 3 പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അനന്തകൃഷ്ണന്റെ ഈ ഒരു തട്ടിപ്പിൽ അല്ലെങ്കിൽ തട്ടിപ്പിന്റെ ഒരു പങ്ക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്നാണ് നമുക്കിപ്പോൾ ഓരോ നിമിഷവും വരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ഈ അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിലും BJPയിലും ഒപ്പം തന്നെ CPMലും ഒക്കെ നിരവധി നേതാക്കന്മാരുടെ പേര് അനന്തു പുറത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകരെയും അനന്തകൃഷ്ണൻ പറ്റിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിലടക്കം അനന്തു വൻ തുക കൈമാറിയിട്ടുണ്ടെന്നൊക്കെ അനന്തു പോലീസിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇന്ന് അനന്തുവിനെ വിശദമായ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നു. ഇന്ന് ഈരാറ്റുപേട്ട, ഇടുക്കി, കോളപ്രയ എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ഇവിടെയൊക്കെയാണ് അനന്തു ഈ തുക കൊണ്ട് ഈ സ്ഥലം വാങ്ങിയത്. ഇത് റിസോർട്ട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ്
സ്ഥലം വാങ്ങിയതെന്നാണ് അനന്തു പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. നാളെ ഇനിയിപ്പോൾ എറണാകുളത്ത് കൊണ്ടുവരും. കളമശ്ശേരിയിൽ ഒരു ഓഫീസ് കൂടിയുണ്ട് അനന്തുവിന്. അവിടെയൊക്കെ കൊണ്ടുവന്ന് വിശദമായി തെളിവെടുക്കും. തിങ്കളാഴ്ചയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുക. അതിനു മുൻപ് കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ കൂടി നടത്തേണ്ടതുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനന്തുവിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കൂടി മൂവാറ്റുപുഴ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചും ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് കൃത്യമായി ലഭിച്ച തെളിവുകൾ, ശേഖരിച്ച തെളിവുകളെല്ലാം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ കൂടി അനന്ത് പുറത്തു പറയുന്നുണ്ട്. ഇവരെയൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഉള്ളൊരു നിയമോപദേശം അന്വേഷണ സംഘം തേടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആനന്ദകുമാറിനെയും സായിഗ്രാം ചെയർമാൻ ആനന്ദകുമാറിനെയും ചോദ്യം ചെയ്യും. ഒപ്പം ഈ പട്ടികയിൽ തന്നെ ലാലി വിൻസെന്റും AN രാധാകൃഷ്ണനുമുണ്ട്. അതിൽ AN രാധാകൃഷ്ണന് 40 ലക്ഷം രൂപ നൽകിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് അനന്തകൃഷ്ണൻ. ഒപ്പം ലാലി വിൻസെന്റിന് 45 ലക്ഷം രൂപ. പക്ഷെ ലാലി വിൻസെന്റ് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് താൻ പണം കൈപ്പറ്റിയത് അത് തൻ്റെ നിയമോപദേശകനെ, അതായത് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ലീഗൽ സൈഡ് നോക്കുന്നത് ലാലി വിൻസെന്റാണ്. ആ രീതിയിലാണ് താൻ പണം വാങ്ങിയതെന്നാണ് ലാലി വിൻസെന്റ് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പ്രാദേശിക BJP, കോൺഗ്രസ്, CPM നേതാക്കളെയുമൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഭാരവാഹികളെയും ചോദ്യം ചെയ്യും. പ്രസ് ക്ലബിന് പാരിതോഷികം നൽകി എന്നുകൂടി അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുക്കലുമൊക്കെ വരും ദിവസങ്ങളിലും നടക്കും. ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം എത്തിച്ചു നൽകിയത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടോ? പ്രത്യേകിച്ചും ലാലി വിൻസെന്റ് പറയുന്നത് അവർ എന്തോ നിയമോപദേശം നൽകിയിരുന്നു, അതിൻ്റെ പ്രതിഫലമായാണ് ഈ പണം നൽകിയത്. AN രാധാകൃഷ്ണൻ നിഷേധിക്കുന്നുണ്ട്. തട്ടിപ്പുകാരനുമായി തനിക്ക് ബന്ധമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പലതവണ AN രാധാകൃഷ്ണൻ ഈ ഫ്ലാറ്റിലെത്തി എന്നുള്ള മൊഴിയൊക്കെ അവിടെ താമസിച്ചിരുന്നവരും സെക്യൂരിറ്റിയൊക്കെ നൽകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം സായി ഗ്രാമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് സായി ഗ്രാമത്തിൻ്റെ ചെയർമാൻ ശ്രീ ആനന്ദ് കുമാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടും 2 കോടിയോളം രൂപയാണ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. ഈ പണമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇവരൊക്കെ എന്തൊക്കെ സഹായങ്ങളാണ് ഇയാൾക്ക് ചെയ്തു നൽകിയിട്ടുള്ളത്? അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടോ പോലീസിന്? അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത് ഈ 2 വീലർ മാത്രമല്ല, ലാപ്ടോപ്പുകളായിക്കോട്ടെ, രാസവളങ്ങളായിക്കോട്ടെ, അങ്ങനെ ആളുകളിൽ നിന്നും വലിയ തുക കൈപ്പറ്റിയതിന് ശേഷം അത് തിരിച്ചു കൊടുക്കുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും. എങ്കിൽ പോലും അനന്തകൃഷ്ണന് വലിയ രീതിയിൽ ലാഭമുണ്ടാകും. ഒപ്പം ഈ AN രാധാകൃഷ്ണനെ ഒക്കെ ഇരുചക്രവാഹന ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് നൽകുന്നതിലൊക്കെ സൈൻ എന്നൊരു കമ്പനിയുമായിട്ടൊക്കെയാണ് AN രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നത്. ഇതുവഴിയൊക്കെ അനന്തകൃഷ്ണൻ വലിയ തുക, ഈ തട്ടിയെടുക്കുന്ന തുകയുടെ ഒരു പങ്ക് AN രാധാകൃഷ്ണനായിക്കോട്ടെ, ലാലി വിൻസെന്റിലായിക്കോട്ടെ ഒക്കെ കൊടുക്കുമെന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. അതിൽ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തിനാണ് ഇവർക്ക് തുക നൽകുന്നത്? ഈ പിരിച്ചെടുത്ത തുക, അതായത് ഈ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ, പകുതി വിലയാണ് ആളുകളിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്കത് തിരികെ എത്ര പേർക്ക് അത് കൊടുത്തു, എത്ര രൂപയാണ് ഓരോരുത്തരിൽ നിന്നും വാങ്ങുന്നത്? ഒപ്പം ഈ നേതാക്കൾക്ക് ഇതിൽ എന്താണ് ലാഭം? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ബാക്കിയാകുന്നുണ്ട്. ഇതെല്ലാം അനന്തുവിൽ നിന്ന് തന്നെയാണ് വിശദമായി മൊഴിയെടുക്കേണ്ടിയുള്ളത്. ഈ സായിഗ്രാം ചെയർമാനെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തികമായി തനിക്ക് അനന്തുവിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. എങ്കിൽ പോലും പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം അനന്തുവിൻ്റെ അക്കൗണ്ടുകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിൽ സായിഗ്രാം ചെയർമാൻ എത്ര രൂപ കൊടുത്തു, ഇദ്ദേഹവുമായി എന്താണ് അനന്തുവിന് ബന്ധം, അങ്ങനെ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. AN രാധാകൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അനന്തകൃഷ്ണനെ അറിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷെ അനന്തകൃഷ്ണൻ പറയുന്നത് 40 ലക്ഷം രൂപ AN രാധാകൃഷ്ണന് നൽകിയെന്നാണ്. അങ്ങനെയെങ്കിൽ അതെന്തിനാണ് നൽകിയത്? ഈ അക്കൗണ്ട് വഴിയാണോ നൽകിയത്? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്തണം. ലാലി വിൻസെന്റ് സമ്മതിച്ചിട്ടുണ്ട് അനന്തുവിൽ നിന്നും പൈസ വാങ്ങിയത് തൻ്റെ ഫീസാണ്. അതായത് അനന്തുവിന് നിയമോപദേശം നൽകുന്ന അഭിഭാഷക എന്ന നിലയിൽ അനന്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. ആ രീതിയിൽ താൻ അതിന്റെ ഫീസായിട്ടാണ് വാങ്ങിയതെന്നാണ് ലാലി വിൻസെന്റ് വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെ ഇവർ മാത്രമല്ല, നിരവധി ആളുകളുണ്ട്. ഇനിയും പേര് പുറത്തു വരാത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇതിൽ അനന്തുവിൽ നിന്നും വലിയൊരു തുക കൈപ്പറ്റിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവരുടെ ചോദ്യം ചെയ്യലുകളും അവരുടെ പേരുകളുമൊക്കെ പുറത്തു വരികയും ചെയ്യും.
അതാണ് പോലീസിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. പോലീസ് ചെയർമാൻ സായി ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ആനന്ദ് കുമാറിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള പട്ടികയിൽ ലാലി വിൻസെന്റ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമി, ഇപ്പോൾ ഈ അനന്തകുമാർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, അയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇനിയും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ഒരുപാട് പരാതികൾ, ആയിരക്കണക്കിന് 10,000-3000 പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ വ്യാപ്തി 1000 കോടി കടന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇയാൾ ഈ പണമൊക്കെ ഇയാൾ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ചും വിവരങ്ങൾ വേണം. ഈ തട്ടിപ്പിനിരയായവർക്ക് സാമ്പത്തിക പണം മടക്കി കൊടുക്കുക എന്നുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കണം. അത്തരം കുറച്ചുകൂടി വൈഡറായ ഒരു അന്വേഷണം കൂടി ഈ കേസിന് ആവശ്യമാണ്. ആ തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രഞ്ജിത്ത്, ഇതിനോടകം തന്നെ നിരവധി പരാതികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരാതികളാണ് ഇപ്പോൾ അനന്തകൃഷ്ണനെതിരെ ഉണ്ടായിരിക്കുന്നത്. പറവൂരിൽ മാത്രമായി 1000 പരാതികൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പരാതികളുടെ എണ്ണം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. ഇവർക്കൊക്കെ പണം തിരികെ നൽകണം. പക്ഷെ അതെങ്ങനെയാണ് പോലീസ് ഇവരിൽ നിന്നും അല്ലെങ്കിൽ അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങി ഈ പാവപ്പെട്ട ആളുകൾക്ക് തിരികെ കൊടുക്കുക എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. കേസും കോടതിയും ഒക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാലതാമസവും നേരിടും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പണം കൊടുത്തത്. ലാപ്ടോപ്പും അല്ലെങ്കിൽ ഇരുചക്ര വാഹനവും ഒക്കെ തയ്യൽ മെഷീനും ഒക്കെ കാത്തിരിക്കുന്നവരാണ് ഇത്രയും വലിയൊരു ചതിക്കുഴിയിൽ പെട്ടുപോയിരിക്കുന്നത്. അവർക്കും പണം തിരികെ നൽകണം. അനന്തകൃഷ്ണൻ പറയുന്നത് പ്രകാരം ഇതിൽ തുക ഈ താൻ പിരിച്ചെടുത്ത അല്ലെങ്കിൽ തട്ടിയെടുത്ത തുക അത് ഭൂമിയായി വാങ്ങിയിട്ടുണ്ട്. അത് ഇടുക്കിയിലുമൊക്കെ ഏക്കർ കണക്കിന് സ്വത്തുക്കൾ അനന്തു വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ സംഘം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. ഈ അനന്തുവിനെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ പരാതി കേസെടുത്ത സമയത്ത് തന്നെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. അനന്തുവിൻ്റെ കാറുകൾ പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അനന്തുവിൻ്റേതെന്ന് പറയുന്ന എല്ലാ സ്വത്തുക്കളും പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ബിനാമി ഇടപാടുകളൊക്കെ ഉണ്ട് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. ചിലപ്പോൾ അനന്തു ഈ സ്വത്തുക്കളല്ല അല്ലെങ്കിൽ പരാതി ലഭിച്ച ഒരു സാഹചര്യത്തിൽ അനന്തു ഇതെല്ലാം മറ്റാരുടെയെങ്കിലും ഒക്കെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടോ, ഈ പണം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായിട്ടൊക്കെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പിൻവലിച്ച തുക അനന്തു ആർക്കാണ് നൽകിയിരിക്കുന്നത്, എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും അന്വേഷണ സംഘം നടത്തുക. അതിനുശേഷം നാളെ എറണാകുളത്ത് കൊണ്ടുവന്നുള്ള ഒരു തെളിവെടുപ്പുണ്ടാകും. തിങ്കളാഴ്ചയാണ് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അതിനു മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് അനന്തുവിനെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പഴുതടച്ചൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നിസ്സഹായരായി പുറത്തു നിൽക്കുന്നത് പാവപ്പെട്ട കുറച്ച് ആളുകളാണ്. അവരുടെ പണം ഇനി തിരികെ കിട്ടും, അതെന്ന് കിട്ടുമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന നിരവധി പേരാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും സായി ഗ്രാമം ഡയറക്ടർ ആനന്ദ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. NGO കോൺഫെഡറേഷൻ അംഗങ്ങൾ ഇത്തരം ആരോപണവുമായി രംഗത്ത് വരുന്നു. തട്ടിപ്പ് നടന്നത് അനന്തകുമാറിൻ്റെ അറിവോടെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 7 സന്നദ്ധ സംഘടനകളുടെ പേരിൽ അതായത് തട്ടിപ്പുണ്ടായി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. NGO കോൺഫെഡറേഷനിലെ അംഗങ്ങളാണ് ഇക്കാര്യം പറയുന്നത്. DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയതായും കോൺഫെഡറേഷൻ അംഗങ്ങൾ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇപ്പോൾ കൂടുതൽ പരാതികൾ, ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പിന് ആരെയൊക്കെ ഇരയാക്കി അല്ലെങ്കിൽ ആരൊക്കെ വഴിയാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തിയത്, അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിലൊരാളാണ് ഈ ആനന്ദകൃഷ്ണൻ എന്ന ആനന്ദകുമാർ എന്ന ഈ സായി ഗ്രാമത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാനും മറ്റും. എന്തായിരുന്നു ഇദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമുണ്ടായിരുന്നത്? പുറത്തുവരുന്ന വിവരങ്ങൾ ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളൊന്നാണ് സായി ഗ്രാമം. ആ സായി ഗ്രാമിൻ്റെ ഡയറക്ടറാണ് ആനന്ദകുമാർ ഉൾപ്പെട്ടിട്ടുള്ള NGO കോൺഫെഡറേഷന്റെ പ്രതിനിധികളാണ് ആനന്ദകുമാറിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഇന്ന് രാവിലെ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഏതാണ്ട് 3 കോടി രൂപ പണമായി തന്നെ ആദ്യം അവർ കൈമാറിയിട്ടുണ്ട് 3 അക്കൗണ്ടുകളിലേക്ക്.
അവിടെ ലാപ്ടോപ്പ് വിതരണം, തയ്യൽ മെഷീൻ വിതരണം ഇതുൾപ്പെടെയുള്ളവ സജീവമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും അവർക്ക് സംശയം ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്, അതായത് ഈ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6 കോടി രൂപയാണ് 7 സന്നദ്ധ സംഘടനകളുടെ പേരിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം പിരിച്ചെടുത്തിരിക്കുന്നത്. 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം കൈമാറിയത് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഇവർ പറയുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ സായിഗ്രാമം ഡയറക്ടറുടെ അറിവോടെ അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല എന്ന ആവർത്തിച്ച് അവർ ആരോപണം ഉന്നയിക്കുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അവർ പരാതി നൽകുകയാണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ നിരവധി ആളുകൾ പരാതിയുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക്, ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഈ പണം വാങ്ങി അവർ പറഞ്ഞ അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുത്തു എന്നൊരു തെറ്റ് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, അതിനപ്പുറത്തേക്ക് ഈ സംഭവവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് ഈ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ പറയുന്നത്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം സായിഗ്രാമം ഡയറക്ടർ കൂടിയായ ആനന്ദകുമാറിനെ ഫോണിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം യാതൊരു പ്രതികരണങ്ങൾക്കും തയ്യാറാകുന്നില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല. ആദ്യം ആനന്ദകുമാർ തന്നെയാണ് താനും ചതിക്കപ്പെട്ടു, തിരുവനന്തപുരം പ്രസ് ക്ലബിനടക്കം താനാണ് നിർദ്ദേശം നൽകിയത്, ഇതിൽ നിന്ന് പിൻവാങ്ങണം, ഇതിൽ ചില ഇത് ഒരു വഞ്ചനയുടെ ഘടകം ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് താൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്, നിങ്ങൾ സൂക്ഷിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാവൂ എന്ന് നിർദ്ദേശം നൽകിയത് താനാണെന്നായിരുന്നു ആനന്ദകുമാർ പറഞ്ഞത്. പക്ഷേ അതേ ആനന്ദകുമാറിനെതിരെ അദ്ദേഹം കൂടി ഉൾപ്പെട്ടിട്ടുള്ള NGO കോൺഫെഡറേഷൻ്റെ അംഗങ്ങൾ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ ഈ തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്, ഇതിൽ വലിയൊരു ശൃംഖലയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തും പേരെടുത്ത് നിൽക്കുന്ന നിരവധി ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ NGO സംഘടനയുടെ ആളുകൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു, അവരുടെ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഞങ്ങൾ സായിഗ്രാമിലെ ഡയറക്ടറായിരുന്ന ആനന്ദകുമാർ സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ NGO കോൺഫെഡറേഷനിൽ അംഗമാവുന്നത്. ആദ്യം 2021 നമ്മൾ അംഗമായി. 2022 ആയപ്പോൾ പല പദ്ധതികളും നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് തയ്യൽ മെഷീനുമായിട്ട് വന്നു. അന്ന് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ആനന്ദകൃഷ്ണനെയാണ്. ആനന്ദകൃഷ്ണൻ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന ഒരു കോർഡിനേറ്ററായി വന്ന ആളാണ്. അതേ ഇപ്പോൾ സായിഗ്രാമിലെ ആനന്ദകുമാർ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം വാങ്ങുകയും ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഞങ്ങൾ അവർ നിർദ്ദേശിച്ച അക്കൗണ്ടിലോട്ട് പണം അടയ്ക്കുകയും ചെയ്തത്. എത്ര എമൗണ്ട് ആണ് ആദ്യഘട്ടത്തിലേക്ക് ഞാൻ 2 വർഷവും ഞങ്ങൾ കൊടുത്ത എല്ലാ പ്രോജക്റ്റുകളും നമുക്ക് നടപ്പിലാക്കി കിട്ടി. ഏകദേശം എൻ്റെ സംഘടന ഏകദേശം 840ഓളം തയ്യൽ മെഷീൻ കൊടുത്തു, 320ഓളം ലാപ്ടോപ്പുകൾ കൊടുത്തു, പിന്നെ 136 2 വീലറുകൾ വിതരണം ചെയ്തു. അതനുസരിച്ച് വീണ്ടും ഞങ്ങൾ ആ പുതിയ പ്രോജക്റ്റുകൾ കൊടുത്തപ്പോൾ ഇപ്പം 3 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എമൗണ്ടായി 3 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ 6 കോടിയുടെ പ്രോജക്റ്റ് നമുക്കിനി നടപ്പിലാക്കാനുണ്ട്. ഉണ്ട്. അപ്പം ഇതിൽ എത്ര രൂപയാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് നിക്ഷേപകർക്ക് ഈ പാതിവിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങുകയും എന്നിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്ത എമൗണ്ട് എത്രയാണ്? തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 6 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. നിങ്ങൾ വഴി മാത്രം? ഞങ്ങൾ NGO കോൺഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പോയേക്കുന്നത്. അതെ. അപ്പോൾ ഇതിൽ അവസാനം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഉറപ്പെന്താണ്? അവസാനം കഴിഞ്ഞ ഈ ആനന്ദകൃഷ്ണൻ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് ലാപ്ടോപ്പുകളെല്ലാം വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ലാപ്ടോപ്പും തിരുവനന്തപുരത്തും എല്ലാ ലാപ്ടോപ്പും എത്തിച്ചേരും. 2 ദിവസത്തിനകത്ത് എത്തിച്ചേരും ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരുന്നു. ആ ഉറപ്പ് വരുന്ന ദിവസമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതായിട്ട് നമുക്കറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനിടെ പ്രതി അനന്തകൃഷ്ണനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു. അയാളുടെ ഈരാറ്റുപേട്ടയിൽ പ്രതിയുടെ സ്വന്തം നാടായ കുടയത്തൂർ, കോളപ്ര, 7-ാം മൈലിലെ വീടിന് സമീപം കോളപ്രയിലെ ഓഫീസ് എന്നിവിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ദേശീയപാതയോരത്ത്, അതായത് സംസ്ഥാന പാതയോരത്ത്, തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരത്ത് ഇയാൾ വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ സ്ഥലങ്ങൾ അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസ് ഇയാളെ കൊണ്ട് മൂവാറ്റുപുഴയിലേക്ക് മടങ്ങുകയായിരുന്നു. മറ്റൊരു വാർത്ത, കലൂർ സ്റ്റേഡിയത്തിലെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹോട്ടൽ ഉടമകൾക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അടുക്കള സംവിധാനങ്ങളോടെ ഹോട്ടലുകൾ അനുവദിക്കുന്നതിനെതിരെ നേരത്തെയും പ്രതിഷേധമുയർന്നതാണ്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ് ചികിത്സയിലുള്ള ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്.
ഡാനി വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇതിൽ ഹോട്ടൽ അധികൃതരുടെ പങ്കാളിത്തം എന്താണ്? രഞ്ജിത്ത്, ഇത് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഒരു ദിവസം മുൻപായിരുന്നു ഈ സംഭവം ഉണ്ടാവുന്നത്. ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും അവിടുത്തെ ജീവനക്കാരാണ്, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവരെല്ലാവരും തന്നെ. ഒരാൾ മരിക്കുകയും അതോടൊപ്പം തന്നെ 4 പേർക്ക്, അവിടെ ജോലി ചെയ്ത 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരാളുടെ നില, നാഗാലാൻഡ് സ്വദേശിയുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. എന്നാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. നമുക്കറിയാം, നിരവധിയായ മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെയാണ് ഹോട്ടലുകൾ അടക്കം പ്രവർത്തിക്കാൻ കഴിയുക എന്ന ഒരു ചോദ്യം നേരത്തെയും ഉയർന്നിരുന്നതാണ്. സ്റ്റീമറുകളും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറും അടക്കം നിരവധി സിലിണ്ടറുകളെല്ലാമായിട്ട് ഇവിടെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം ഈ സുരക്ഷാ ഭീഷണി ഒരു വലിയ വിഷയം തന്നെയാണ്. ഇത്തരം അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്നവരിടത്ത് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാമോ എന്നതെല്ലാം. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഫാക്ടറീസ് ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. സുരക്ഷാ ഓഡിറ്റിംഗ് വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം ഇപ്പോൾ പരിശോധന നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇത്തരം അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെല്ലാം എത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തണം. ഒപ്പം ഈ ഹോട്ടലിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ അന്വേഷണം തുടരുകയാണ്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഒരാവശ്യം എന്ന് പറയുന്നത് ഇതിലൊരു സുരക്ഷാ പരിശോധന നടത്തണം. കാരണം നിരവധി മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ ബലക്ഷയം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഫിഫ ഇവിടെ അണ്ടർ-19 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചില മത്സരങ്ങൾക്ക് വേദിയായിരുന്നു. അപ്പോൾ ആ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുകയും പിന്നെ ഇതിന്റെ മേൽക്കൂരയ്ക്ക് ബലക്ഷയം ഉണ്ടായെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കാണികളുടെ എണ്ണം ഗണ്യമായിട്ട് കുറച്ചിരുന്നു. നേരത്തെ 50,000-ഓളം കാണികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 30,000-ഓളം എന്ന രീതിയിലേക്ക് നിജപ്പെടുത്തുകയും വന്നത് ഇതിന്റെ ഒരു ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു സ്റ്റീമർ അടക്കം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു പരിശോധന വേണമെന്നൊരു ആവശ്യത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ കടമുറികൾ അനുവദിച്ചത് ഒരു ഘട്ടത്തിൽ അവിടെ കടമുറികൾ ഒന്നും തന്നെ വിറ്റുപോകാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നീട് ഹോട്ടലുകൾക്ക് വേണ്ടി എന്ന രീതിയിലേക്ക് തുറന്നു കൊടുത്തപ്പോഴാണ് അതിന്റെ ഒരു പാർക്കിംഗ് സൗകര്യം എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിരവധിയായ ഭക്ഷണശാലകൾ അവിടെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ചിലരെങ്കിലും അതിന് അവർക്ക് അനുരൂപമാവുന്ന രീതിയിൽ, അനുയോജ്യമാവുന്ന രീതിയിലേക്ക് അതിന്റെ ഒരു നിർമ്മാണം മാറ്റിയിട്ടുണ്ട് എന്ന പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സുരക്ഷാ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ കോർപ്പറേഷനും അത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് അടക്കം, അതായത് ഇപ്പോൾ ഈ അവിടെ കടകൾ അങ്ങനെ വിറ്റുപോകാത്തത് കൊണ്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് മറ്റും പോകാത്തത് കൊണ്ട് ഹോട്ടലുകൾക്ക് അനുമതി നൽകിയായിരുന്നു. ഹോട്ടലുകളിൽ ആഹാരം കഴിക്കാനൊക്കെ അങ്ങനെ പോയപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ വന്നു. അത് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നേരത്തെ ഡാനി പറഞ്ഞ പോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നല്ല ഹോട്ടലുകൾ വന്നാൽ ആൾ കയറുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇങ്ങനെ അനുവദിക്കുമ്പോഴും അതിന് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അല്ലെങ്കിൽ സുരക്ഷാ പരിശോധന ഇല്ലാതെ ഈ സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കാതെ അനുമതി നൽകി എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അശ്രദ്ധമായി അതിനെ കൈകാര്യം ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് അതിന് കണക്കിലെടുക്കേണ്ടത്. കാരണം ഇതേപോലൊരു വലിയ ഒരു സ്റ്റേഡിയം അവിടെ ഇതെല്ലാം അനുവദിക്കാമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇതിന് മാനദണ്ഡങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ആ മാനദണ്ഡങ്ങൾ ലംഘിക്കാൻ തയ്യാറാകുമ്പോൾ അതിനുവേണ്ട പരിശോധനകൾ തുടർച്ചയായി തന്നെ നടത്തിക്കൊണ്ട് പോകണം. കാരണം ഇത് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചില നിലനിൽപ്പിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു കൃത്യമായ പരിശോധനകൾ നടത്തിക്കൊണ്ട് അതിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലായിടത്തും ഒരുപോലെ വീഴ്ച വരുത്തിയാൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് തന്നെ കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളും കാര്യങ്ങളും നടത്തുക എന്ന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ സാധാരണ കടകളേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഹോട്ടലുകൾ തന്നെയാണ്. നിരവധി ഹോട്ടലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ അതിന് അടുക്കള മുറി അടക്കമുള്ള ഒരു സംവിധാനങ്ങളുണ്ട്. ഗ്യാസ് അടക്കം എത്ര കണ്ട് സ്റ്റോറേജ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ രീതിയിൽ തന്നെ പരിശോധന വേണമെന്ന രീതിയിലേക്ക് ആവശ്യം ഉയർന്നിരിക്കുകയാണ്.
വരികയാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ ആ പരിശോധനകളുണ്ടാവും. വരും ദിവസം അതിന്റെ റിപ്പോർട്ട് അടക്കം സമർപ്പിക്കുകയും എന്നാൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നത് ഈ റിപ്പോർട്ടിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതനുസരിച്ച് ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ നടപടിയിലേക്ക് കടന്നേക്കും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കൊല്ലത്ത് സ്ലാബ് തകർന്ന് മാൻഹോളിൽ വീണ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തൃശൂർ സ്വദേശിനി മനീഷയാണ് മരിച്ചത്. കൊല്ലം ചാത്തന്നൂർ MES ഹോസ്റ്റലിൽ വെച്ചായിരുന്നു അപകടം. ഫോണിൽ സംസാരിച്ചു നിൽക്കവെയാണ് സ്ലാബ് തകർന്ന് മനീഷയും സുഹൃത്ത് സ്വാതിയും അപകടത്തിൽപ്പെട്ടത്. ഇരുവരും ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ്. എസ് വിനേഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, വലിയ ഒരു അപകടമാണ്. ഈ സുരക്ഷിതത്വമില്ലാത്ത സ്ലാബായിരുന്നു, ബലക്ഷയമുള്ള സ്ലാബായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും രഞ്ജിത്ത്, ലേഡീസ് ഹോസ്റ്റലിന്റെ മാൻഹോൾ വീണ് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതികൾ ഒരാളാണ് ഇപ്പോൾ മരിച്ചത്. തൃശൂർ സ്വദേശിനിയായ 25 വയസ്സുള്ള മനീഷയാണ് മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സ്വാതി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ചാത്തന്നൂർ MES കോളേജിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു. കോളേജ് ഹോസ്റ്റലിന്റെ 1, 2 നിലകൾ പുറത്തു നിന്നുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ താമസക്കാരായ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ പാരാമെഡിക്കൽ ജീവനക്കാരാണ് ഈ മനീഷയും സ്വാതിയും. ഇവർ കെട്ടിടത്തിന്റെ 4ാം നിലയിൽ മാൻഹോളിന് മുകളിലെ സ്ലാബിന് മുകളിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സ്ലാബ് തകർന്ന് വീണത്. അങ്ങനെ മാൻഹോളിൽ അകപ്പെട്ട മനീഷ പരിക്കുകളോടെ നിരങ്ങി പുറത്തേക്കെത്തിയാണ് ബഹളം വെക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഫയർഫോഴ്സ് അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അവിടെ തന്നെ ചാത്തന്നൂരിലും പോലീസും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ആ സമയത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ചികിത്സയിൽ കഴിയുകയാണ് ഇന്ന് ഈ മനീഷയ്ക്ക് മരണം സംഭവിച്ചിരുന്നത്. അതാണ്, 2 പേരാണ് ഇത്തരത്തിൽ സ്ലാബിൽ വീണത്. സ്ലാബിൽ വീണ ഒരാൾ മരിക്കുകയും മനീഷ എന്ന കുട്ടി മരിച്ചു. മറ്റ് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയുടെ പരിക്ക് സാരമുള്ള പരിക്കാണ്. അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ദാരുണമായ അപകടം നടന്നത്. നെയ്യാറ്റിൻകര ആര്യൻകോട് നടക്കാനിറങ്ങിയ വൃദ്ധനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കിഴാറൂർ കുക്കുറാണി സ്വദേശി ഭാസ്കരൻ നാടാർ എന്ന 70-കാരനെയാണ് മർദ്ദിച്ചതായി പരാതിയുള്ളത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭാസ്കരൻ നാടാരുടെ പിന്നാലെ ചെന്ന് ലാത്തി കൊണ്ട് കാൽമുട്ടിൽ മുഖത്ത് മടിക്കുകയായിരുന്നു എന്നാണ് പരാതി. എൻ്റെ അടുത്ത് ആര്യങ്കോട്ട് സ്റ്റേഷനിലുള്ള ഒരു ജീപ്പ് എൻ്റെ അടുത്ത് കൊണ്ട് ചവിട്ടി പോലീസ് ഇറങ്ങി എൻ്റെ അവിടെ ചോദിച്ച് എന്ത് അവിടെ നിൽക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കണമല്ല, ഞാൻ നടക്കാൻ എന്നാണ് എന്നെ ഡോക്ടർ പറഞ്ഞ് നടക്കും, 1 മണിക്കൂർ നടക്കണമെന്ന്. ഞാൻ ഒരു രോഗിയാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോരാഞ്ഞാട്ട് തിരിച്ചവൻ ചൂരലുകൊണ്ട് എൻ്റെ തുടയിലൊരടി അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നു വന്നില്ല. പിന്നെ 2ാമത് ചെവി കിട്ടില്ല ഒരടിയാണ്. ഞാൻ പിന്നെ എനിക്കത് ഒരു പ്രയാസമായി. അവിടെ നിന്നു. അതേസമയം പോലീസ് ആരോപണം നിഷേധിച്ചു. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് ഇതിൽ പോലീസിന്റെ വിശദീകരണം? ഈ ആരോപണം ഉന്നയിച്ച ആൾ പറയുന്ന കാര്യം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഈ പറയുന്ന ഭാസ്കരൻ നാടാർ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സായാഹ്ന സവാരി ആക്കിയിട്ടുള്ള ഒരാളാണ് ഈ ഭാസ്കരൻ നാടാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീടിന് സമീപത്തുള്ള കുക്കുറുടി ഭാഗത്തേക്ക് നടക്കുന്ന സമയത്തായിരുന്നു ആര്യങ്കോട് ഭാഗത്തു നിന്നെത്തിയ പോലീസ് ജീപ്പ് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇയാൾ ചോദിച്ചു. അപ്പോൾ താൻ നടക്കാൻ ഇറങ്ങിയതാണെന്ന് പറയുന്നു. എന്നാൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് വിടുകയായിരുന്നു. എന്നാൽ ഇയാൾ പുറംതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പോലീസ് ഇദ്ദേഹത്തിന്റെ മുട്ടുകാലില് ലാത്തി കൊണ്ട് അടിക്കുകയും തുടർന്ന് മുഖത്ത് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. പരാതിയെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. ഇദ്ദേഹത്തെ തുടർന്ന് മക്കൾ എത്തി ഈ പറയുന്ന പെരുങ്കടവിള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എന്തായാലും ഒരു ഗൗരവമായൊരു സംഭവമാണ് നടന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അതേസമയം പോലീസ് പറയുന്നത് ഈ പ്രദേശത്ത് അല്പം സാമൂഹ്യ വിരുദ്ധനുള്ള സ്ഥലമാണ്, അവിടെ വന്ന് ആൾക്കാരെ ഓട്ടിച്ചു വിടുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു. പെട്രോളിന്റെ ഭാഗമായി ഓടിച്ചു വിടുകയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. രഞ്ജിത്ത്, ഈ അങ്ങനെ അതിൽ മാത്രം ഇത് അന്വേഷണം ഒതുങ്ങുമോ? ഇയാൾ പരാതി നൽകിയിരിക്കുന്ന ഏതൊക്കെ തരത്തിലാണ് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും തെളിവുകൾ ഇയാളെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? ഇയാളുടെ ആരോപണം പൂർണ്ണമായും പോലീസ് നിഷേധിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ ഒരു ആരോപണം ഉയരില്ലല്ലോ അരുൺ.
തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് തന്നെ ഇയാളെ ഇതുവരെ ഒരു കേസോ മറ്റു വഴക്കോ ഒന്നും തന്നെയില്ല, തന്റെ മാതാപിതാക്കളല്ലാതെ മറ്റൊരാൾ ഇതുവരെ ജീവിതത്തിൽ അടിച്ചിട്ടുമില്ല എന്ന് ആ വൃദ്ധൻ കരഞ്ഞ് സംസാരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പറയുന്ന സ്ഥലത്ത് മറ്റ് തെളിവുകൾ എന്ന് പറയുമ്പോൾ CCTV-യോ അങ്ങനെയൊന്നുമില്ല, അതൊരു ഗ്രാമപ്രദേശമാണ് ഈ പറയുന്ന കുക്കുറണി എന്ന് പറയുന്ന സ്ഥലം. വളരെ ജനസാന്ദ്രമായ സ്ഥലമൊന്നുമല്ല. ഈ പറയുന്ന ഒരു റോഡാണ്, അവിടെ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ്, നടക്കുന്നുണ്ടെന്നൊഴിച്ച് ഈ പറയുന്ന ഒരു വിജന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ പറയുന്ന പോലീസിന്റെ ഒരു അതിക്രമം ഉണ്ടായത്. അപ്പോൾ CCTV ഉൾപ്പെടെ സാധനങ്ങൾ ഇല്ലെങ്കിലും ഇവർ പറയുന്നത് തന്നെ മർദ്ദിച്ചത് പോലീസാണ് എന്നുള്ളതും അത് കണ്ടെത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നത് പോലീസാണ് എന്ന നിലപാടിലാണ് ഈ കുടുംബം നിൽക്കുന്നത്. കാരണം ഒരു പൗരന് ഒരു ആപത്തുണ്ടായാൽ അത് പോലീസിലല്ലേ പരാതിപ്പെടാൻ പറ്റൂ. പരാതിപ്പെടുമ്പോൾ അത് കണ്ടെത്തി നൽകുന്നത് പോലെ തന്നെ ആക്രമിച്ച പോലീസിനെതിരെയും പോലീസ് തന്നെ നടപടി സ്വീകരിച്ച് അതിനൊരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെയും ഭാസ്കരൻ നാടാരുടെയും നിലപാട്. രഞ്ജിത്ത്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.